Hello guys, I'm Admin and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ് ടൈമിൻ്റെ പുതിയ മാർവൽ എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ അയൺ ഹാർട്ട് എന്ന് പറയുന്ന നമ്മളാരും ഡിമാൻഡ് ചെയ്യാത്ത, ആരും ചോദിക്കാത്ത മാർവലിൻ്റെ അപ്കമിങ് TV സീരീസിൻ്റെ ട്രെയിലർ അങ്ങനെ മാർവൽ പുറത്തുവിട്ടിരിക്കുകയാണ്. സോ ബേസിക്കലി ഇതിൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഞാൻ പറയാം. ട്രെയിലർ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം പറയാം. ഞാൻ ഇതിലും വളരെ മോശമായിട്ടാണ് പ്രതീക്ഷിച്ചത്, ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ബട്ട് ഈ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ റയാൻ കൂഗ്ലറിനെ എഴുതി കാണിക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ട്രെയിലർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കാണ് പോയത്, അത്ര ഗഡിലം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തൊക്കെ തന്നെ സീറോ ഹൈപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ സീരീസ് കാണാൻ വേണ്ടി പോകുന്നത്. അതിന് കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. സോ എന്തൊക്കെ തന്നെയായാലും നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പോകുന്നത് അയൺ ഹാർട്ടിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിൽ കേൾക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ അടുത്താണ് ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കേൾക്കാം. സോ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എനിക്ക് എക്സാംസ് തുടങ്ങാൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ തുടക്കത്തിൽ നിന്ന് എനിക്ക് എക്സാം തുടങ്ങും. സോ ഈ സീരീസ് ഇറങ്ങാൻ പോകുന്നത് ജൂണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിൻ്റെ എപ്പിസോഡ് ബ്രേക്ക് ഡൗൺ ഒന്നും ഞാൻ ചെയ്യുന്നതായിരിക്കില്ല. ഈ ഒരു സീരീസ് അത്ര കിടിലൻ സംഭവമൊന്നുമല്ല. നമ്മൾ എക്സാം ടൈമിൻ്റെ സമയത്ത് തന്നെ ഇരുന്ന് നമ്മൾ ടൈം മാറ്റി വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടുള്ള ടൈപ്പൊന്നുമില്ല. എന്തൊക്കെ തന്നെയാലും ഇതിനെക്കുറിച്ച് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ സീരീസ് ഒരു 90% ഫെയിൽ ആവാനാണ് സാധ്യത. പക്ഷേ ഇതിലെ വില്ലൻ, അത് ഞാൻ പറയാം, ബ്രേക്ക് ഡൗണിലേക്ക് ഇറങ്ങാം. ഇതിലെ വില്ലൻ്റെ ഒരാളുടെ ഇത് വച്ച് എന്തായാലും ഈ ഒരു സീരീസ് ഹൈ ലെവലിൽ പോയേക്കാം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇതിൽ റീ വില്യംസ് ഒന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അയൺ ഹാർട്ട് മെയിൻ ക്യാരക്ടർ ഒട്ടും പ്രതീക്ഷയില്ല, കാരണം MCU ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ എന്തൊക്കെ തന്നെയായാലും നമുക്ക് ബ്രേക്ക് ഡൗണിലേക്ക് ഇറങ്ങാം. സോ നമ്മൾ ട്രെയിലർ തുടങ്ങുമ്പോൾ ആദ്യം കാണുന്നത് റിറി വില്യംസിനെയാണ്. സോ പുള്ളിക്കാരി ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള പിസ്സ ഷോപ്പിലോട്ട് പോകുന്നു. കയ്യിൽ എന്തോ തുണ്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ കാർഡ്ബോർഡ് പോലെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആരോ കൊടുത്ത അഡ്രസ്സ് വെച്ചിട്ടാണ് പുള്ളിക്കാരി അവിടെ വന്നിരിക്കുന്നത്. സോ ആ ബിൽഡിംഗ് മൊത്തം അബാൻഡൻഡ് ആണ്. അവിടെ ചെന്നിട്ട് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടൊരു ലിഫ്റ്റിൽ കയറുന്നുണ്ട്. ആ ലിഫ്റ്റ് പെട്ടെന്ന് കുറച്ച് മുകളിലോട്ട് പോയിട്ട് പെട്ടെന്ന് സ്റ്റക്കാവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്റ്റക്കായതിനു ശേഷം അവിടെ നിന്നൊരു വോയിസ് കേൾക്കുന്നു, ഇതിൻ്റെ ടെസ്റ്റാണ് എന്ത് പറയുന്നുണ്ട്, ഈ 3 മിനിറ്റിനുള്ളിൽ നീ ഒരു ടെസ്റ്റ് ചെയ്ത് പാസ്സായില്ലെങ്കിൽ ഈ ഇവിടെയുള്ള എയർ നിനക്ക് ബ്രീത്തബിൾ ആയിരിക്കില്ല, നിനക്ക് ഓക്സിജൻ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. അപ്പം പറയുന്നത് നിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന്. സോ നമുക്കറിയാം കോമിക്സിൽ ആൾ വലിയ ടെക് ജീനിയസ് ഒക്കെയാണ്. സോ എന്താ പറയുക, എന്തൊക്കെ ചെയ്തിട്ട് ഒരു സംഭവമൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ എസ്കേപ്പ് ആകുന്നുണ്ട്. എസ്കേപ്പ് ആകുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്ന ഒരു ക്യാരക്ടറാണ്, പുതിയൊരു ക്യാരക്ടറാണ്. സോ ഈ ഒരു ക്യാരക്ടറാണ് പാർക്കർ റോബിൻസ് അഥവാ ദ ഹുഡ് എന്ന് പറയുന്ന ക്യാരക്ടർ കോമിക്സിലൊരു വില്ലനാണ്. മാജിക്കും ഒരു സയൻസിൻ്റെ ഒരു കോമ്പിനേഷൻ. സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ റിറി വില്യംസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മാജിക്കലായിട്ടുള്ള ഒരു വില്ലനാണ്. സോ ഈ ഒരു ക്യാരക്ടറിനെ പലരും മെഫിസ്റ്റോ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വരുമ്പോൾ പറയാം. സോ ഈ ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഇതിൽ വില്ലനായിട്ട് വരുന്നത്. സോ നമുക്ക് മനസ്സിലാകുന്നിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഈ പാർക്കർ റോബിൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലേക്കാണ് പുള്ളിക്കാരി വന്നത്. സോ ഇതിന് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു എന്താ പറയുക, അയൺമാൻ്റെ ഒരു സൂട്ട്, ഐ മീൻ പുള്ളിക്കാരി തന്നെ ഉണ്ടാക്കിയതാവണം എന്ന് തോന്നുന്നു. ഒരു കൈയൊറ പോലെ വയ്ക്കുന്ന ഒരു ഷോട്ടാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മളൊരു ആളെ കാണുന്നു. അയാൾ പറയുന്നുണ്ട് MITയിലെ ആദ്യത്തെ ടെക് ജീനിയസ് നീ അല്ലെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു ആക്ടർ എന്ന് പറയുന്നത് ജിം റാഷാണ്. പുള്ളിക്കാരൻ ഇതിന് മുമ്പ് MCUയിൽ വന്നിട്ടുണ്ട്. നമ്മളെ സിവിൽ വാറിൽ നമ്മളെ ടോണി സ്റ്റാർക്കിൻ്റെ ആ തുടക്കത്തിലുള്ള പ്രസൻറ്റേഷനിലെ കേസ്, ആ പ്രസൻറ്റേഷൻ ഫുൾ അറേഞ്ച് ചെയ്തത് പുള്ളിക്കാരനാണ്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതൊന്നുമല്ല, ഇവിടെ നമ്മൾ ടൈം ലൈനിൽ കുറച്ചൊരു ഹിൻഡ്, ഒരു ഈസ്റ്റർ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അവിടെ ഒരു ക്ലോക്ക് പോലത്തത്, അതിൽ ടൈം ഡേറ്റ് എല്ലാം കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ വെച്ചാൽ 2025 ജൂലൈ 25 എന്നാണ് ഇരിക്കുന്നത്. സോ ഈ ഒരു സീരീസ് നടക്കുന്നത് 2025 അത് ഉറപ്പിച്ച് പറയാത്ത എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, മാർവലാണ്. നമ്മൾ ഇൻഫിനിറ്റി വാറിൻ്റെ ട്രെയിലറിൽ ഓടുന്നൊരു ഹൾക്കിനെ വരെ കണ്ടു. സോ നമ്മുടെ സ്പോയിലാക്കാൻ വേണ്ടി മാർവൽ പലതും മാനിപ്പുലേറ്റ് ചെയ്തേക്കാം.
പിന്നീട് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കാണുന്ന ഒരു എന്താ പറയുക, ഒരു മിസ് മാർവൽ ടൈപ്പ് വൈബാണ് എന്നുള്ള രീതിക്ക് പോകുന്നു. പിന്നീട് ഇൻറ്റേൺഷിപ്പിൻ്റെ ഒക്കെ കാര്യം പറയുന്നു. ആ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഷൂറി വക്കാണ്ടയ്ക്ക് പോയതാണ്. അതൊക്കെ കാണിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ വക്കാണ്ടയിലുള്ള ഷൂറി ആയിട്ടുള്ള കുറച്ച് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഈ ഹുഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇവൾക്കൊരു സൂട്ട് പണിയാൻ വേണ്ടി ഇവൾക്ക് സൂട്ട് പണിത് ഇവൾ നോട്ടബിൾ ആവണം, അല്ലെങ്കിൽ ഇവൾക്കൊരു സൂപ്പർ ഹീറോ ആവണമെന്നാണ് ഇവളുടെ ആഗ്രഹം. എന്തെങ്കിലും ഒന്ന് ആവണം, ഫേമസ് ആവണം എന്നാണ് ഇവളുടെ ആഗ്രഹം. എന്നിട്ട് ഒരു സൂട്ട് ഉണ്ടാക്കാനാണ് പൈസയൊക്കെ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ആളുടെ കയ്യിൽ ആർക്ക് റിയാക്ടർ പോലത്തെ എന്തോ സംഭവിക്കുന്നത്, ആർക്ക് റിയാക്ടർ ആവണം ഇരിക്കുന്ന ആളാണ് കാണുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഷോട്ടിൽ കാണുന്നത് ഈ ആൾ നമ്മളെ ഹുഡ് വന്നിട്ട് ഇങ്ങനെ ഡിസപ്പിയർ ആയിട്ട് പെട്ടെന്ന് അപ്പിയർ ആവുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, മെഫിസ്റ്റോ ഒന്നെങ്കിൽ ഇയാൾ ഡിസ്ഗൈസിൽ വന്ന മെഫിസ്റ്റോ ആവണം, അല്ലെങ്കിൽ മെഫിസ്റ്റോ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവണം. ഇപ്പോൾ വരുന്ന തിയറികൾ അനുസരിച്ച് മെഫിസ്റ്റോയുടെ ആദ്യത്തെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ അപ്പിയറൻസ് ഈ ഒരു സീരീസിലൂടെ ആവും എന്നാണ് പറയുന്നത്. എന്നാൽ ഹൈ ഹോപ്സ് ഒന്നും വച്ചേക്കേണ്ട കാര്യമില്ല. നമ്മുടെ എന്താ പറയുക, വാണ്ടാവിഷനിൽ പോലും മെഫിസ്റ്റോ വരുന്നു എന്ന് പറഞ്ഞതല്ലാതെ ആരും വന്നൊന്നുമില്ല. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഒരു സൂട്ടപ്പ് സീനാണ്, വളരെ ബോറായിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ അയൺമാൻ്റെ പകരമായിട്ട് ഒരാളെയും കാണാൻ പറ്റില്ല. എസ്പെഷ്യലി ഐ എം എ ഹ്യൂജ് അയൺമാൻ ആൻഡ് ടോണി സ്റ്റാർക്ക് ഫാൻ. സോ ഈ സീരീസ് എന്നെ ഒരു തരത്തിൽ ഒഫൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് നോക്കാം എത്രത്തോളം നല്ലതായിട്ട് അവർ ചെയ്യാൻ നോക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്നാലും ഹൈ ഓപ്പൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഹുഡിൻ്റെ ബാക്ക് സൈഡ്, അതായത് പാർക്കർ റോബിൻസിൻ്റെ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. സോ പുള്ളിക്കാരൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് ഡാർക്ക് മാജിക്കായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇതാവണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഡാർക്ക് മാജിക്കിൻ്റെതാവണം അത്, എസ്പെഷ്യലി ആ ടോണൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരു വൈബിലാണ്. സോ പുള്ളിക്കാരൻ തന്നെയാണ് വില്ലൻ. പിന്നെ നമ്മൾ ഷൂട്ടപ്പ് സീൻ കാണുന്നു. ആ ഒരു ഷൂട്ടപ്പ് സീൻ വെച്ചിട്ട് ഇവൾ ഒരു എന്താ പറയുക, ആ ഒരു ഷൂട്ടപ്പ് സീൻ വെച്ചിട്ട് ഇവളെ ട്രക്കിനായിട്ട് അടിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പിന്നീട് അയൺ ഹാർട്ടിൻ്റെ ലോഗോ ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഒരു ബങ്കർ അവിടെ കാണിക്കുന്നുണ്ട്. അത് എന്താ പറയുക, ഒരു ട്രെയിലറിൻ്റെ അവസരം കാണിക്കുന്ന ഒരു സ്ഥിരം യൂഷ്വൽ സ്റ്റഫാണ്. ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഹോപ്പില്ല ഗൈസ്. എനിക്ക് നല്ല ഒരു മാർവൽ ഫാനും ഹോപ്പില്ല. ഒരിക്കലും ഒരു മാർവൽ ഫാനും ആഗ്രഹിച്ചതോ ചോദിച്ചതോ അല്ല ഈ ഒരു അയൺ ഹാർട്ടിൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ ഈ ഷോ പോലും. ഇപ്പം ഇത് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് റെസ്പോൺസാണ് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ ഗൈസ്, ആദ്യമേ തന്നെ ഈ ഒരു ഷോനെ ആക്ഷേപിക്കാൻ ഞാനില്ല. പല മൂവീസും മാർവൽ ആയിക്കോട്ടെ, ഇപ്പോൾ മാർവലിൻ്റെ അകത്തായിക്കോട്ടെ, അല്ലെങ്കിൽ അല്ലാത്ത ഹോളിവുഡ് അല്ലെങ്കിൽ മൂവീസും സീരീസ് ആയിക്കോട്ടെ, ആദ്യം ആൾക്കാർ ഹെയ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നീട് ആൾക്കാർ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഇത് അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും നമ്മൾ ഇതിൻ്റെ കണ്ടൻറ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ അതിനു മുമ്പേ ജഡ്ജ് ചെയ്യുന്നത് അത്ര നന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അത്ര അങ്ങനെ ജഡ്ജ് ചെയ്യില്ല. കുറച്ച് പ്രതീക്ഷയുണ്ട്, പക്ഷേ എനിക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ ഇല്ല. അങ്ങനെ നമുക്ക് ജൂൺ കണ്ടു നോക്കാം ഗൈസ്. സോ ഇത്രയൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, നിങ്ങൾ ഈ സീരീസിന് വേണ്ടി വെയിറ്റിംഗ് ആണോ എന്ന് എനിക്കറിയണം. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ വീഡിയോയിൽ നമുക്ക് വീണ്ടും കൊണ്ടാം. അതിലൊരു സൂപ്പർ ഹീറോസ്.